ഹായ് എവരിബഡി. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ പെർമിഷനോട് കൂടിയല്ല നമ്മളാരും ജനിക്കുന്നത്, അല്ലേ? ജനിച്ചു പോയി, ഓരോരാളും ഓരോ അവസ്ഥയിൽ അങ്ങനെ ജീവിച്ചു പോന്ന്. ഞാനും ജീവിച്ചു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാനും ഇവിടെ എത്തി, ഇന്നത്തെ ദിവസം വരെ എത്തി. ഇനി അങ്ങനെ നാളെ എന്ന് പറഞ്ഞിട്ട് ഈ ലോകം കീഴടക്കാമെന്നോ കേരളം വിലക്ക് വാങ്ങാമെന്നോ നാളത്തെ മുഖ്യമന്ത്രി ആവണമെന്നോ നാളത്തെ പ്രതിപക്ഷ നേതാവാവണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെയറിലിരുന്നും കൊണ്ട് ഞാനാണ് അധികാരി എന്ന് പറഞ്ഞിട്ട് ഒരാളെ ദ്രോഹിക്കണമെന്നോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും കടന്നു പോകുന്നത്. അങ്ങനെ യാതൊരു അത്യാഗ്രഹവും ഇല്ലാതെ ഈ മ്യൂസിക്കൽ ചെയർ പോലെ പിടിച്ചെടുത്തിരുന്ന് പിന്നെ ഒരു വ്യക്തിനെ ഹെറാസ്മെൻറ്റ് ചെയ്ത് തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് പോലീസ് സ്റ്റേഷനിലും പിന്നെ കോളേജായാലും പോലീസ് സ്റ്റേഷനായാലും ഉന്നതങ്ങളിലായാലും ഇടപെട്ട് ഒരു വ്യക്തിഹത്യ നടത്തണമെന്നോ ഒന്നുമില്ലാത്ത ദിവസങ്ങളായിരിക്കും എൻ്റേത് പോകുന്നത്. എന്നാൽ ഇങ്ങോട്ടാ കാണിക്കുന്നവരെ ശക്തമായിട്ട് നേരിടുകയും ചെയ്യും. അതാണ് ഇന്നത്തെ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ എടുക്കുന്ന തീരുമാനം. എനിക്കങ്ങനെ ഒരാഘോഷവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഒന്നുമില്ല. എൻ്റെ ആഗ്രഹം എനിക്ക് എൻ്റെ ചാനലൊന്ന് എന്തെങ്കിലും റീച്ചായി വരുമോ, എന്തെങ്കിലും എൻ്റെ ചാനൽ വഴി എനിക്ക് കിട്ടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണപ്പൊതി തയ്യാറാക്കുമോ, വേദനിക്കുന്നവർക്ക് മെഡിസിൻ വാങ്ങാനോ, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. പിന്നെ ഏറ്റവും വിഷമം, ഈ ഭൂമി വിട്ട് പോകുന്നതിൽ വിഷമമൊന്നുമില്ല. ഈ മനുഷ്യന്മാർ ഒന്നും വിട്ടു പോകുന്നതിലൊന്നും വിഷമമില്ല. എനിക്കുള്ള പ്രയാസം എപ്പോഴും മനസ്സിൽ ഞാൻ കാണുന്നത് പ്രകൃതി, അതായത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാം ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി. നമ്മൾ കാണുന്ന ചെടികളും പൂക്കളും ഈ പ്രകൃതി എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്ന് ഒരു തരത്തിലും നമ്മൾ ചോദിച്ചാൽ ആ ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻ ബാക്കി വെച്ച് പോകണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന്. ഇതെവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ബാക്കി വെച്ചിട്ട് ഭൂമിയിൽ നിന്ന് പോകണം. അതിലൊരു പ്രയാസം എപ്പോഴും തോന്നലുണ്ട്. നമുക്കൊരു ചോദ്യത്തിന് എപ്പോഴും ഒരു എൻഡ് വേണമല്ലോ, ആൻസർ വേണമല്ലോ. അപ്പോൾ ആ ആൻസർ ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ കേട്ട് വന്ന കഥകളിലോ വായിച്ചറിവോ ഒന്നും അല്ലാതെ ഈ ഭൂമീൻ്റെ ഒരു തുടക്കം എവിടുന്നാണ്, എവിടുന്ന് ചെടി ഉണ്ടായി, എവിടുന്ന് ചക്കയുണ്ടായി, എവിടുന്ന് മാങ്ങയുണ്ടായി, ജീവൻ എവിടുന്നുണ്ടായി, ജീവജാലങ്ങൾ എവിടുന്നുണ്ടായി, ഓരോന്നിനും ഓരോ രൂപത്തിൽ ഇങ്ങനെ സൃഷ്ടിച്ചത് എവിടുന്ന്, ആര്, പിന്നെ കോടാനുകോടി ജനങ്ങൾ ചെറിയ വ്യത്യാസത്തിൽ രൂപകൽപ്പന ചെയ്ത് വിടുന്ന ആളായി, ഇങ്ങനെയൊക്കെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. പിന്നെ ഒരു വ്യക്തിനെ ഏറ്റവും കൂടുതൽ നിലക്കാത്ത അതിഭയങ്കരമായ തിരയുള്ളൊരു കടൽ, ശക്തമായ കടൽ, തിരയിളകുന്ന കടൽ, ശക്തമായ കാറ്റും മഴയും, സഹിക്കാൻ പറ്റാത്ത ചുഴികളിങ്ങനെ രൂപപ്പെടുന്നു. നീന്താൻ അറിയാത്ത, കയ്യും കാലൊന്നും ചലിപ്പിക്കാൻ പ്രാപ്തിയാവാത്ത ഒരാളെ ആ ചുഴിയിലേക്ക് അങ്ങ് എടുത്തിട്ടു. അപ്പോൾ ആ ചുഴിയും കടലും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം
ചെറിയ ചെറിയ രീതിയിൽ താഴ്ത്താതെ തലോടി പോയി അവസാനം ഏതോ ഒരു മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്നെ കൈപിടിച്ച് കടലിൽ നിന്ന് കയറ്റി. 2004 4/6/2004 ആ ചുഴിയിൽ നിന്ന് എൻ്റെ കൈ പിടിച്ച് കയറ്റി. അപ്പോൾ ആ കൈ പിടിച്ച ആളോടുള്ള നന്ദി, ഇങ്ങനെ പോവാൻ പറ്റുന്നതിൻ്റെ ആ ഒരു എനർജിയും മുന്നോട്ടുള്ളൊരു പോക്കിന് ശക്തിയാവുമെന്ന് വിചാരിക്കുന്നു. ആ ചുഴിയിൽ നിന്ന് എന്നെ കരകയറ്റി ആ ഒരു ദിവസത്തെ പേപ്പർ വഴി എൻ്റെ നേരെ അക്രമം നടത്തിയവർക്കെതിരെ മരണം വരെ, ജീവൻ പോകുന്നവരെ പോരാടും. എൻ്റെ കാര്യം എനിക്കേ അറിയൂ. ദൂരത്തുനിന്ന് ഒരുത്തനും ഒരുത്തിയും വിലയിരുത്തുന്നത് എൻ്റെ വിഷയമേ അല്ല. അപ്പോൾ ശക്തമായിട്ട് എൻ്റെ ആവശ്യമല്ല, എന്നെ 4/6/2004 കൈ പിടിച്ച് എന്നെ ആ ചുഴിയിൽ നിന്ന് കരകയറ്റി ഒറ്റ വ്യക്തി ഈ ഭൂമിയിലുള്ളൂ. ആ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ പോരാട്ടം. എനിക്കേ അല്ല, എനിക്ക് ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാ ഞാൻ നേരത്തെ എപ്പോഴും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരോട് അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒന്നിനെക്കുറിച്ച് ഒരു ആശങ്കയില്ല. എൻ്റെതെല്ലാം കഴിഞ്ഞു. ഇനി ഇങ്ങനെ കിട്ടുന്ന ദിവസങ്ങൾ നമ്മളെപ്പോഴും പറയുന്നില്ലേ, ബോണസാണ്. അത്രയേ ഉള്ളൂ. ഒരാളെ പരസഹായവും ഇല്ലാതെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ആ ചുഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ കാരണനായ ഒരു കാരണഭൂതനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോരാട്ടം തുടരും, ശക്തമായ പോരാട്ടം തുടരും. അപ്പോൾ ഇന്നത്തെ ദിവസം അതിൻ്റെ പേപ്പർ വർക്കിലേക്കുള്ള പോക്കാണ്. അതിന് ഡ്രസ്സ് ചെയ്തിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടത്തിൻ്റെതും, ഇനിയുള്ള ദിവസങ്ങളൊരു ബോണസും, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം. അത് ഈ ചാനൽ വഴിയേ പറ്റൂ, അല്ലാതെ സാലറി ഒന്നുമില്ല. 5-6 മാസമായിട്ട് എയറിലാണല്ലോ. ഞാൻ ആരെ കാലും പിടിക്കാൻ പോയിട്ടില്ല, ഈ ജന്മോട്ട് പോവില്ല. അപ്പം അതാണ് പറയാനുള്ളത്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അതൊന്നാണ്, വിവേകത്തിന് അടിമപ്പെടണം, വികാരത്തിന് അടിമപ്പെടരുത്. അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ശ്രീലുമൈ ലൈഫ് എന്നുള്ള എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ ഓൾ വേൾഡിലെ എല്ലാ മലയാളീസിനും ഒരുപാട് സന്തോഷം, സ്നേഹം, നന്ദി. പോരാട്ടത്തിൽ കൂടെ ഉണ്ടാവണം. പോരാട്ടത്തിൻ്റെ ഓരോ അപ്ഡേറ്റ്സും എൻ്റെ യൂട്യൂബ് വഴി ഞാൻ ഇടുന്നതായിരിക്കും. രായനെതിരെയുള്ള പോരാട്ടം തുടരും. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. പറ്റുമെങ്കിൽ സന്മനസ്സുള്ളവർക്ക് ഒരു ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുക. അതിലൊന്നും ഞാൻ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും പോലെ. അപ്പം എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടും ഇരിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഇടവരട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. മുമ്പോട്ടുള്ള യാത്രയിൽ
അരനൂറ്റാണ്ട് പിന്നിട്ടു. ഇനി ഉള്ള ഹാഫ് സെഞ്ചുറി അടിച്ചു. അതാ പറഞ്ഞത്, ഇനിയുള്ളത് ബോണസാണ്. ആ ബോണസ് ലൈഫ് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പോകണം എന്നുള്ളൊരാഗ്രഹമാണ്. അത് പട്ടിക്കായാലും പൂച്ചക്കായാലും വേദനിക്കുന്ന ഏത് ജീവിക്കായാലും അങ്ങനെയാണ് ആഗ്രഹം. അപ്പം എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.